നമ്മൾ ഈ ശില്പം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ശിവഭഗവാന്റെ കാൽപ്പാടുകളും ശൂലം കുത്തിയിരിക്കുന്ന പാടുകളുമുള്ള ഒരു പാറയാണത്. ഇത് നമ്മുടെ കാവാണ്. അപ്പോൾ അതിനടുത്ത് സമീപത്ത് തന്നെയാണ് നമ്മൾ ശില്പം ചെയ്തിരിക്കുന്നത്. അതും ഒരു ഏറ്റവും നല്ലൊരു പ്രത്യേകത തന്നെയാണ്. കിണർ എവിടെയാണെന്ന് പറഞ്ഞത്? കിണർ തൊട്ടടുത്തോ? ഈ വെള്ളം ഇതിൽ നിന്നാണ് വെള്ളം. ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ വർക്കിന് വരെ വെള്ളം എടുത്തതും തിരികടയിൽ ഒഴുകുന്നതും എല്ലാം ഈ ജലം തന്നെയാണ്. ഈ അരുവിയിലെ ജലമാണ്. നമ്മുടെ മറ്റു മതത്തിലുള്ള ആൾക്കാർ വന്നാലും അവർക്ക് ഇത് കാണാനുള്ള സാഹചര്യമുണ്ട്. ദൈവങ്ങൾക്ക് എന്താ ജാതി മതം അല്ല, ചോദിച്ചതാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇവിടെ ഈ നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടന്നായിരുന്നു? അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തുവായിരുന്നു? അതായത് ഇതിന്റെ ഒരു നിർമ്മാണ ഘട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ പൊടിയും കൊണ്ടുവന്നൊരു വണ്ടി, അതായത് മെറ്റിൽ പാറപ്പൊടിയെ കൊണ്ടുവന്നൊരു വണ്ടി നമ്മൾ ഇവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഡ്രൈവർ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ പിന്നെ എന്തോ സംഭവം ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ശിവഭഗവാന്റെ ശില്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഞാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ സ്റ്റെപ്പിൽ നിന്ന് മുകളിൽ നിന്നൊരു നാഗം ഇറങ്ങി വന്നു. നാഗം നമ്മുടെ ചാനലിലൂടെ ഭക്തിപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രേക്ഷകരായ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ശില്പങ്ങൾ കാണാറുണ്ട്, തമിഴ്നാട്ടിലും മറ്റും പോകുമ്പോൾ ധാരാളം ശില്പങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ശില്പമാണ് നമ്മുടെ കൊട്ടാരക്കരയിലുള്ളത്. ആ ശില്പത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, ധാരാളം പ്രത്യേകതകളുണ്ട്. ആ ശില്പത്തിൻ്റെ പ്രത്യേകതകളും അതുപോലെ അത് ഉണ്ടാക്കിയ വ്യക്തിയുമാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അന്നേരം സത്വാസ്കേപ്സിൻ്റെ അണ്ടറിൽ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുങ്കുളം എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ്. അന്നേരം അതിൻ്റെ ഒരു ബ്രാൻഡിങ് സൈഡിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ബാപ്പുജി സ്മാരക വായനശാല എന്ന് പറഞ്ഞൊരു വായനശാലയാണ് ഇത് എന്താ പറയുന്നത് ഈ ഒരു പുസ്തകഗ്രാമമാക്കുന്ന ഒരിത് കൺസീവ് ചെയ്തത്. അന്നേരം അതിലുപരി ഈ പെരുങ്കുളത്തിനെ ചെറിയൊരു ഗൗരവവും അതെല്ലാം പോയിന്റായിട്ട് പറയണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ശില്പം നിർമ്മിച്ച ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട്? പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രദീപ്. ഇതിപ്പോൾ ഈ ശില്പം നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്പോൺസർ ചെയ്യുന്ന പുള്ളി ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഡിസൈനറാണ്. അപ്പോൾ ഞങ്ങളൊരു പൊങ്കാല ദിവസം ഞങ്ങളിവിടെ രണ്ടുപേരും കൂടെ പങ്കെടുക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരുപോലെ തോന്നിയ ഒരു ആശയമാണ് ഈ ഒരു ശില്പം ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം. പിന്നെ ഈ ശില്പം കുറേ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകളുള്ള ശില്പമാണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതിലേക്കൂടെ വെള്ളം വരുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഗംഗാതീർത്ഥം എന്ന് സങ്കല്പിച്ചുകൊണ്ട് തിരുജടയിലൂടെ ഗംഗാതീർത്ഥം ഒഴുകുന്നതാണ് ഈ ശില്പത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ജടയിൽ നമ്മൾ ഓമെന്ന് എഴുതിയിട്ടുണ്ട്. 1008 ഓം എഴുതി. 1008 ഓം. ആരാ എഴുതിയത്? അത് ജനങ്ങളെ, നമ്മുടെ ഇതിന്റെ സ്പോൺസറെ, അതുപോലെ തിരുമേനിയുടെ ഫാമിലി, ഞങ്ങൾ ഇത്രയും പേര്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു 1008 കൂടുതൽ, ഇപ്പോൾ ഒരു നമുക്ക് എണ്ണം കറക്റ്റ് അറിയത്തില്ല, ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് ഓം എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ദൂരെ നല്ല ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. നമുക്ക് ഓം കാണാം. ഓം കാണാം. അതാണ് ഓം. അത് ഓരോ ജടയാണ്. തിരുജടയിലാണ് നമ്മൾ ഈ ഓം എഴുതിയിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഈ അരുവി ഇതിനകത്തൂടെ നമ്മൾ ഒഴുകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ചെറിയൊരു തോടാണ്. ഈ ഒരു അരുവി ഇതിലൂടെ അകത്തൂടെ നമ്മൾ ഒഴുകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 ഭാവത്തിലാണ് ചെയ്തിരിക്കുന്നത്. 3 ഭാവം. അത് ഓരോന്നോരോന്ന് പറയാം. അതായത് നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോൾ ധ്യാനത്തിലിരിക്കുന്ന ശിവഭഗവാൻ നേരെ നോക്കുമ്പോൾ നമ്മൾ വടക്ക് ദിക്കിൽ നിന്ന് നോക്കുമ്പോൾ ചെറുപുഞ്ചിരിയിലിരിക്കുന്ന ശിവൻ. ചെറുപുഞ്ചിരിയിലിരിക്കുന്ന ശിവഭഗവാനെ നമ്മൾ കാണുന്നത്. ശരി. ഇവിടെ നോക്കുമ്പോൾ പുഞ്ചിരി. ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരി. പക്ഷേ എന്നാൽ ആ ഒരു വടക്ക് ദിക്കിലേക്ക് നമ്മൾ മാറി എന്നാൽ ചെറിയ ഗൗരവത്തിലിരിക്കുന്ന ശിവഭഗവാനെ നമ്മൾ കാണാം. ചെറിയ ഗൗരവഭാവം. അങ്ങനെ 3 ഭാവത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിർമ്മിച്ച ചേട്ടൻ ഒറ്റയ്ക്കാവും. എൻ്റെ കൂടെ നമ്മുടെ സഹായി ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹം വ്രതം എടുത്ത് ചെയ്തൊരു
വ്രതം എടുത്ത് ചെയ്തത്. ഒരു 10-30 ദിവസത്തോളം നമ്മൾ വ്രതം എടുത്ത് ചെയ്തൊരു വർക്കായിരുന്നു. ഇത് ആരാ സ്പോൺസർ ചെയ്യുന്നത് പ്രകാശ് വർമ്മ, അതായത് സത്വ ഡിസൈൻസ് MD പ്രകാശ് വർമ്മയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. ഈ സർപ്പോ ഈ സർപ്പം നമ്മുടെ കല്ലില്ലേ, കല്ലുകളില്ലേ, കല്ലുകൾ, അതാണ് നമ്മൾ നാഗങ്ങളുടെ കല്ല് നമ്മൾ കണ്ണായിട്ട് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തൃക്കണ്ണായിട്ട് നമ്മൾ ശിവഭഗവാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു രത്നങ്ങളാണ്. അങ്ങനെ നമ്മൾ മുകളിലത്തെ നാഗത്തിനും തൃക്കണ്ണും താഴെയിരിക്കുന്ന ഈ നാഗത്തിനുമായിട്ട് നമ്മൾ ഒരു 5 രത്നങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചന്ദ്രക്കല ശിവഭഗവാന്റെ തിരിച്ചടയിൽ ചുറ്റിയിരിക്കുന്ന നാഗമാണ്. ആ ചന്ദ്രക്കലയെ നമ്മൾ പുറത്ത് ചുറ്റിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകം മാറ്റിയിട്ട് ചെയ്യേണ്ടത് സ്ഥിതി വന്നിട്ടില്ല. നോവിച്ചിട്ടില്ല. അതല്ല, നോവിച്ചിട്ടില്ല. തലോടി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിത് പൊട്ടിച്ച് മാറ്റി ചെയ്യേണ്ട വന്നിട്ടില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ നമ്മളൊരു വിശുദ്ധനത്തിൽ, അതായത് കറക്റ്റ് 1 വർഷത്തോളമായി. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഐതിഹ്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് തിരുമേനി അമ്പലത്തിലെ പൂജാരിയുടെ മകനാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാകും. നമസ്കാരം. പേര് വിഷ്ണു. ഇവിടുത്തെ പൂജാരിയുടെ മകനാണ്. ഈ അമ്പലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരുങ്കുളം കോഴിക്കോട്ട് വെങ്കലേശൻ കിരാതമൂർത്തി ക്ഷേത്രം. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. കിരാതമൂർത്തി ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ശിവന്റെ ഒരു ശില്പം ഇവിടെ ഉണ്ടാക്കിയതല്ലേ? ഇതിപ്പോൾ എത്ര വർഷം? ഇപ്പം കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ചിറ്റമ്പല സമർപ്പണവും മറ്റും നടന്നത്. അതിനോടനുബന്ധിച്ച് വിഷുവിൻ്റെ ദിനത്തിൽ ഇതിവിടെ നാടിന് സമർപ്പിച്ചു. പുറത്തു നാട്ടിൽ നിന്നും എല്ലാം അറിഞ്ഞു വരുന്നുണ്ട്. ഈ അമ്പലത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഒരു 500-600 ഇത്രയും വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കോഴിക്കോട് തളിയിൽ ക്ഷേത്രമാണ് മൂലസ്ഥാനം. ഇത് കറക്റ്റ് പ്രോപ്പർ സ്ഥലം പെരുങ്കുളം കൊട്ടാരക്കര മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ അടൂരിൽ നിന്ന് വരുന്നവർക്ക് പുത്തുമുക്കിയിൽ നിന്ന് തിരിഞ്ഞ് ഒരു 3 കിലോമീറ്റർ. പെരുങ്കുളം എന്നാണ് സ്ഥലപ്പേര്. കേരളത്തിലെ ആദ്യത്തെ പുസ്തകഗ്രാമമാണ്. പിന്നെ ഇന്ത്യയിലെ 2ാമത്തെ പുസ്തകഗ്രാമം. അതുപോലെ തന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സംശയമാണ്. കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഒരു ഇത് കൂടുതൽ കാണുമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലും മറ്റുമാണ് പോകേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഇത് വരുമ്പോൾ മറ്റ് അന്യ മതത്തിൽ നിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? എപ്പോൾ വേണാലും വന്നു കഴിഞ്ഞാൽ കാണാം. ഇത് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ അത് ഉദ്ദേശിച്ച, കാരണം ഇത് അമ്പലത്തിനകത്ത് കയറി പോകേണ്ടത് കാണാൻ നമുക്ക് റോഡിൽ നിന്ന് കണ്ടിട്ട് സുഖമായിട്ട് പോകാനുള്ള സംവിധാനത്തിലല്ലേ ആർക്ക് വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ല. ഇവിടെ ഈ നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടന്നായിരുന്നു? അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തുവായിരുന്നു? അതായത് ഇതിന്റെ ഒരു നിർമ്മാണ ഘട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ പൊടിയും കൊണ്ടുവന്നൊരു വണ്ടി, അതായത് മെറ്റിൽ പാറപ്പൊടിയെ കൊണ്ടുവന്നൊരു വണ്ടി നമ്മൾ ഇവിടെ ഇട്ടേക്കുമായിരുന്നു. അപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഡ്രൈവർ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ പിന്നെ എന്തോ സംഭവം ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ശിവഭഗവാന്റെ ശില്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഞാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ സ്റ്റെപ്പിൽ നിന്ന് മുകളിൽ നിന്നൊരു നാഗം ഇറങ്ങി താഴെ വരെ വന്നു. താഴെ ഇവിടെ വന്ന് നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം പേടിച്ച് വണ്ടി കയറി ഡ്രൈവർ. അപ്പം ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് ജോലി ചെയ്യുന്നവരോട് ചോദിച്ചു, പിന്നെ രവീന്ദ്രമാമ ഇതുപോലെ ഇത് പാമ്പല്ലയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ചേരയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ചേരയായിട്ട് തോന്നി. വ്രതം എടുത്ത് നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കും തോന്നി അത് പാമ്പാണ്. അങ്ങനെ ഞങ്ങളിത് പറഞ്ഞിരിക്കുകയും ഇത് ആ കാവിലോട്ട് തന്നെ അനുസരണയോടുകൂടി പോകുന്ന പോലെ അങ്ങ് പോവുകയും ചെയ്തു. അതൊരു അത്ഭുതമാണ്. പിന്നെ അതുകൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എല്ലാം നമുക്ക് നല്ലൊരു ഉണക്ക സമയത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ ഈ തിരിജടയിലൂടെ നമ്മൾ എങ്ങനെ ജലം ഒഴുക്കും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു നമ്മൾ. അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും അമ്പലത്തിൻ്റെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം നമ്മൾ പൈപ്പ് വഴി എടുക്കേണ്ട ആവശ്യമൊക്കെ വരും. പക്ഷേ ഞങ്ങളിങ്ങനെ ഇരിക്കുക, ഒരു ദിവസം ഇദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹം സ്വപ്നം കണ്ടു. അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ ഒരു കുളം കുഴിച്ചു എന്ന്. അങ്ങനെ അദ്ദേഹം രാവിലെ വന്ന് പിടിഞ്ഞിരിക്കും. അപ്പം ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് രാവിലെ അത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ഒരു കുളം ഞാനിവിടെ കുഴിച്ചെന്ന് സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്കും തോന്നി എന്തോ അതിനകത്തൊരു കാര്യം ഇല്ലയോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ സ്പോൺസറോട് വന്നപ്പം അതായത് പ്രകാശനോട് പറഞ്ഞപ്പം പറഞ്ഞു അവിടെ അദ്ദേഹം ഒന്ന് കുഴിച്ച് നോക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമില്ലയോ. അദ്ദേഹം അവിടെ ഒന്ന് കുഴിച്ച് നോക്കി, കഷ്ടം പോലെ വെള്ളം കിടക്കും. അങ്ങനെ അതിനകത്ത് റിങ്ങൊക്കെ ഇറക്കി നമ്മൾ ഒരു കുളം പോലെ അങ്ങ് സെറ്റായി ആ വെള്ളമാണ് നമ്മൾ സമർപ്പണത്തിന് എടുത്തത്. അതൊരു അത്ഭുതമാണ്. അപ്പോൾ അതും നമ്മൾ കാണിക്കാം. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. കാരണം ഉണക്ക സമയത്ത് അവിടെ വെള്ളം കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നവരെല്ലാവരും സ്തംഭിക്കും. അങ്ങനെ ആ വെള്ളമാണ് നമ്മൾ പിന്നെ ജടയിലൂടെ ഒഴിക്കുന്നത്.
ഇനി നമുക്ക് കാവിൻ്റെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ, ഈ ഭക്തിപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അത് നിർമ്മിച്ച ശില്പിയും കൂടെയാണ് ഈ ചേട്ടൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞു? പ്രദീപ്. ഈ ചേട്ടനാണെങ്കിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ സൈസ് ശില്പങ്ങൾ നിർമ്മിക്കുമല്ലോ. അതെ. എല്ലാ സൈസ് ശില്പങ്ങൾ നിർമ്മിക്കും. ഞാൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. ചേട്ടനെ വിളിക്കുക, എല്ലാ വർക്കും കൊടുക്കുക. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുക. പകുതി പേർക്ക് അറിയത്തില്ല, 1 വർഷമൊക്കെ ആയി, എന്നാലും 10 ജനങ്ങൾ അറിഞ്ഞ് ഇവിടെ വന്ന് തൊഴുത് പോവുക. അപ്പോൾ നല്ലൊരു